ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം ആകെ മുഞ്ചലായി. രാവിലെ തന്നെ മഴയും പെയ്തു. ഞാൻ റെയിൻകോട്ട് എടുത്തില്ല, വണ്ടി ഇട്ടു. കുഴങ്ങി നന്നായിട്ട് നനഞ്ഞ് കുളിച്ച്. അത്ര പിന്നെ കവർ എടുത്തുകൊണ്ട് നനഞ്ഞില്ല, അല്ലെങ്കിൽ അതും നനഞ്ഞിന്. അങ്ങനെ ഇനി ഒന്നുകൂടി ഉള്ളൂ, അവിടെ കഴിഞ്ഞ് പെട്ടെന്ന് വരി പോട്ടെ. ഇനിയിപ്പോൾ കുളിക്കണ ആവശ്യമില്ല. വേർത്തും കുളിച്ചു, അല്ലാതെയും കുളിച്ചു. വരെത്തിരി കാണാം ഗൈസ്. അങ്ങനെ വീട്ടിലെത്തി. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നേരെ ജിമ്മിൽ പോകാം. വല്ലാത്തൊരു കഥ ഗൈസ്. നമുക്ക് ജിമ്മിൽ പോകാം. അങ്ങനെ ജിമ്മ് കഴിഞ്ഞു. ജിമ്മ് അങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു എന്താ പറയുക, ഭയങ്കര എനർജിയാണ്. എല്ലാവരും ജിമ്മിൽ പോകാത്തോട്ടെങ്കിൽ ജിം പോവുക, അല്ലെങ്കിൽ ഹോം വർക്കൗട്ടെങ്കിലും ചെയ്യുക ഗൈസ്. നല്ല എന്താ പറയുക, രാവിലെ തന്നെ ജിമ്മ് കഴിഞ്ഞ് നോക്കി, പിന്നെ അന്നത്തെ ദിവസം മൊത്തം നല്ലൊരു എനർജി തരും. പിന്നെ ഫുഡിൻ്റെ കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഫുഡ് കുറേ വലിച്ചു വാരി തിന്നാൽ അപ്പോൾ തന്നെ ഡെഡ് ഡൗൺ ചെയ്യും. പറ്റ ഡൗണോ എനിക്കെപ്പോഴും ഉണ്ടാവില്ലാണ്, പക്ഷേ അതുവരേക്കും ഭയങ്കര എനർജി തരും. അപ്പോൾ ഗൈസ് ഇന്ന് നേരം വൈക്കണം നല്ല. ഇപ്പോൾ തന്നെ 8:50 സാധാരണ 8:30 എത്തും ഇങ്ങോട്ട്. അപ്പോൾ ഇനി നേരെ കുളിക്കണം, മാറ്റണം, എന്തെങ്കിലും തിന്നണം, നേരെ കോഴ്സിന് പോകണം. യെസ്, എഡിറ്റ് ചെയ്യാനുണ്ട്, അതാണ് പെടങ്ങാറ്. എഡിറ്റ് ചെയ്യണം അതിൻ്റെ ഇടയിൽ കൂടെ. വിഷയം ഇതെന്താ സംഭവം? ഇതെന്താ ഇതെന്താണ് വരക്കണെന്താ? ഇന്ത്യ ഗേറ്റ്. ഇതോ കുത്തുമിനാറേ എന്ന് പറയാം. മോനെ കലാകാരൻ തന്നെ. കമന്റ് ചെയ്യാൻ പറയേ. അതെ, എന്ത് തിരക്കാണ്. ഇന്നലെ ഉറങ്ങുവാനേ ഫോൺ കളിച്ചിരിക്കും, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പൊ കുടിച്ചാണ്ട് ഇങ്ങനെ നടക്കും. എന്തൊക്കെ ബുക്ക്? എത്ര ബുക്കാത്? മലയാളൊക്കെ വെറുതെ ടീച്ചർ എടുത്താണ് പറഞ്ഞാളെ. ബുക്ക് കയറില്ല, പഠിച്ച സാധനല്ലേ കയറില്ല ബുക്ക്. നന്മ നീലുമല്ല, നന്മ തന്നെ മായ പെയ്ത ചടപ്പാണ്, ചാടി പിടി. പോകാൻ നേരത്ത് മഴ പെയ്യും എപ്പോഴും. തന്നെ ഒരു ഇടങ്ങാറാണ്. എന്നാണെങ്കിൽ നമുക്ക് ലാപ്പുണ്ട്. അപ്പോൾ എന്തായാലും പോകാം ഗൈസ്. നേരം വൈകി ഇപ്പോൾ 35 വർഷവും 30 ടൈം. പോവാം. ഗൈസ് നമ്മളെ കോഴ്സിൻ്റെ സ്ഥലത്തെത്തി ഗൈസ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. 1 മണിക്ക് കഴിയേണ്ടത് നമ്മൾ 1:30 വരെ ഉത്തർന്നു. ചെറിയ വർക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനി നമുക്ക് ചോറ് വയ്ക്കാം, CUTക്ക് പ്രിപ്പയർ ചെയ്യാം, അങ്ങനത്തെ ചെറിയ പരിപാടികൾ. ഓക്കെ
ഗൈസ് ഇന്നും കണ്ടില്ല ഞങ്ങൾ മറ്റേ കോഴ്സ് ഉള്ള സ്ഥലത്ത് അവിടെ ഇന്നും കേക്ക് മുറി. ഇന്നലെ ചലഞ്ച് ചെയ്യും, ഇന്ന് കേക്ക് മുറി. അതാണ് ഓരോ വയസ്സ് ഓരോന്നാ. തന്താനോ തന്താനോ ഹലോ ഇന്നും ഉണ്ടേനെ അവിടെ കോഴ്സിനവിടെ കേക്ക് മുറി. വൈറ്റ് ഫോറസ്റ്റ് ഇതാണ് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല. അവിടെ പഠിച്ച ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിറങ്ങിയ ചെക്കനെ ഓരോ ജോലി റെഡിയാക്കി വിട്ടു. പ്ലേസ്മെൻറ്റ് കിട്ടി. എവിടെ നിന്നാവോ? അത്യാവശ്യം നല്ല രീതിയിലാണ്. എനിക്കവിടെ ആര് പരിചയമൊന്നുമില്ല. ഞാൻ ചെയ്ത് ഞാനവിടെ പോരും. പരിചയപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു ഇതാണ്. ഇങ്ങനെ പരിചയപ്പെടും കുറച്ച് കഴിയുമ്പോൾ. ജയ്സും പെട്ടെന്ന് ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ കയറി വർത്താനം പറയാൻ കഴിയില്ല. പിന്നെ ആരും ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു കമ്പനിയാവും. അങ്ങനെ എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, ഭയങ്കര വീക്കാണ് അതിൽ ഞാൻ. അത് എങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്യണം. അത് വെച്ചാൽ ഏറ്റവും ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അത് വെച്ചാൽ എന്തിനും ബിസിനസ് പരമായിട്ടും പേഴ്സണൽ പരമായിട്ടും നമുക്കൊരു നെറ്റ്വർത്ത് ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാർ കമ്പനി ആക്കണം അവിടെ. ബ്രോ ഇതെന്താ ഇപ്പോൾ ഉച്ചക്കൊക്കെ വന്നു സ്കൂളിൽ ആടി വന്നാ? എന്ത് സംഭവം? എന്താ സെലക്ഷനോ? ഓഫ് ഓനെ പ്ലെയർ ഓ ചിരിച്ചില്ലട്ടാ, ചിരിക്കല ഓന പ്ലെയർ. സെലക്ഷൻ കിട്ടുമോ? ഐ ഡോണ്ട് ഒന്നുമില്ല, കളിച്ച മേടിച്ചണം സെലക്ഷനെ. ഓ ഗൈസ് ഇന്ന് അർച്ചൻ പോളയാണ്, കഴിച്ചിട്ട് വരാം. ഗൈസ് നമുക്ക് എന്താ പറയാ, ക്ലിനിക്കിൽ പോകാൻ ടൈമായി. പോവാം. പോട്ടെ ഗൈസ്, ബൈ. ക്ലിനിക്ക് കഴിഞ്ഞു, നമുക്ക് വീട്ടിലോട്ട് പോകാം. ഗൈസ് വീട്ടിലെത്തി. നമ്മൾ നേരം വൈകി ഗൈസ്. ഇന്ന് നമ്മൾ ചങ്ങന്മാരൊക്കെ കണ്ട് കുറേ വർത്താനം പറഞ്ഞ് അങ്ങനെ കുറേ ടൈം പോയി. സമയവും ഏകദേശം 9 മണി കഴിഞ്ഞു. ഇന്നത്തെ ഡിന്നർ കാണിച്ചു തരാം ഗൈസ്. കിണ്ണ സാധനങ്ങളാണ്. ഇറച്ചിയും പൂളയും 2 മുട്ട, ഒരു എന്താ പറയുക ബട്ടർ, അവക്കാഡോ ജ്യൂസ് വിത്തൗട്ട്. പക്ഷെ വലിയ രസമൊന്നുമില്ല, തിന്നാൻ വലിയ രസം. പക്ഷെ പ്രോട്ടീനാണ്. അതാണ് നമുക്ക് ആവശ്യം. പിന്നെ ഒന്നുമില്ല, ഒരു നാരങ്ങ എടുക്കാം. അതിൻ്റെ ഒരു നേക്ക് കിട്ടും. തിന്നിട്ട് വരാം. മധുര ചെയ്യാതെ കുടിച്ചിട്ടേ, ബട്ടർ മധുര ചെയ്യാതെ കുടിച്ചിട്ട് രസമില്ല. അപ്പോൾ എന്തൊക്കെ കാട്ടിയ സാധനം ഉണ്ടാക്കി. എന്താ വെച്ചാൽ ബത്തക്കയും മൈസൂർ പഴവും ഇങ്ങോട്ട് ബട്ടർ വെച്ചിക്കുക. എനിക്കറിയില്ല എന്താ ഉണ്ടാവില്ലതാവോ. ബട്ടർ മധുര അത് കുടിച്ചുമ്പോൾ എന്തോ പോലെ ഒരു ചൊയം പൊളി. എന്ത് ചെയ്യുക, ഇങ്ങനെ കുടിച്ചു പോകട്ടാ. എന്തോ കാട്ടിയതാണ് സംഭവം. ഞാൻ ഓരോ വെറൈറ്റി സാധനങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ല. ബട്ടറിൻ്റെ മധുരം ചെയ്യാത്തത് ബത്തക്കൻ്റെ മധുരം ഉള്ളതുകൊണ്ടും അത് രണ്ടും കൂടി അങ്ങ് മിക്സ് ആയിക്കാണ്ട് അങ്ങനെ എന്തൊക്കെയാവുന്നുണ്ട്. കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ബുക്ക് വായിച്ച് കഴിഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ടൈം ഏകദേശം 10:05 ഗൈസ്. ഇന്ന് നേരം വൈകി. സാധാരണ 9:45 എടുക്കേണ്ടതാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. നാളെ കാണാം ഗൈസ്, ബൈ.